രക്ഷിതാക്കളോട് പിണങ്ങി വീട് വിട്ടിറങ്ങിയ പെൺകുട്ടിയെ സുരക്ഷിതമായി വീട്ടിലെത്തിച്ച വടകര ട്രാഫിക് പോലീസ്. കഴിഞ്ഞ ദിവസമാണ് സംഭവമുണ്ടായത്. വീട്ടിൽ നിന്നും രക്ഷിതാക്കളോട് പിണങ്ങി മരിക്കാനായി ഇറങ്ങിയ പെൺകുട്ടിയെയാണ് ട്രാഫിക് പോലീസിന്റെ സമയോചിത ഇടപെടലിലൂടെ രക്ഷിക്കാൻ സാധിച്ചത്. വീട്ടിൽ നിന്നും ഇറങ്ങിയ പെൺകുട്ടിയെ കാണാനില്ലെന്ന മെസ്സേജ് കിട്ടിയ ഉടനെ തന്നെ വടകര ട്രാഫിക് പോലീസിലെ രജിത്ത്, ശ്രീനിഷ് എന്നിവർ ചേർന്ന് നടത്തിയ സംയോജിത ഇടപെടലാണ് കുട്ടി സുരക്ഷിതമായി ഇന്ന് വീട്ടിലെത്താൻ കാരണമായത്. വടകര ബസ് ഇറങ്ങിയ ശേഷം റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയി ആത്മഹത്യ ചെയ്യാനാണ് പെൺകുട്ടി എത്തിയത്. പെൺകുട്ടിയെ കാണാനില്ലെന്ന നാദാപുരത്ത് നിന്നും വടകര ട്രാഫിക്കിലേക്ക് മെസ്സേജ് വരികയായിരുന്നു. പെൺകുട്ടിയുടെ ഫോട്ടോ ഉൾപ്പെടെയാണ് ആ മെസ്സേജ് എത്തിയത്. മെസ്സേജ് കണ്ട ഉടനെ രജിത്ത ഈ ഒരു വിവരം പുതിയ സ്റ്റാൻഡിലെത്തി എല്ലാ ബസ്സിലും അന്വേഷിക്കുകയും ചെയ്തു. ഒടുവിൽ ഒരു KSRTC ബസ്സിൽ നിന്നും ഡ്രൈവർ പറഞ്ഞു, ഈ കുട്ടി ബസ്സിൽ കയറിയിട്ടുണ്ട്, വടകരയിലേക്ക് വന്നിട്ടുണ്ട്, പഴയ സ്റ്റാൻഡിൽ ഇറങ്ങി എന്ന വിവരം നൽകി. ഇതേ തുടർന്ന് രജിത്ത ഉടനെ വിവരം പഴയ സ്റ്റാൻഡിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ശ്രീനിഷിനെ അറിയിക്കുകയായിരുന്നു. ശ്രീനിഷ് ഫോണുമായി ഇറങ്ങി എല്ലായിടത്തും തിരയുന്നതിനിടെയാണ് പെൺകുട്ടി നടന്നു വരുന്നത് കണ്ടത്. പെൺകുട്ടിയുടെ അടുത്തെത്തി കാര്യങ്ങൾ ചോദിക്കുകയും എയ്ഡ് പോസ്റ്റിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി മറ്റു വിവരങ്ങൾ അന്വേഷിക്കുകയുമായിരുന്നു. വീട്ടിൽ നിന്നും പിണങ്ങി ഇറങ്ങിയ പെൺകുട്ടി മരിക്കാനാണ് പോയതെന്നാണ് ട്രാഫിക് പോലീസിനോട് അറിയിച്ചത്. തുടർന്ന് കുട്ടിയെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുകയും ബന്ധുക്കളെ വിളിച്ചു വരുത്തി കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തിരിച്ചയക്കുകയുമായിരുന്നു. എന്തു തന്നെയായാലും ട്രാഫിക് പോലീസിന്റെ കൃത്യമായ ഒരു ഇടപെടൽ, ചെറിയൊരു സമയ വ്യത്യാസം ഉണ്ടായാൽ പോലും അപകടം സംഭവിച്ചേക്കാവുന്ന ഒരു സാഹചര്യത്തിൽ കൃത്യമായി ഇടപെട്ട പെൺകുട്ടിയെ സുരക്ഷിതമായി എത്തിച്ച ഈ ഒരു പോലീസിന് നമുക്ക് അഭിനന്ദനം അറിയിക്കാം. ആ കാര്യം നിങ്ങളിലേക്ക് എത്തിക്കാനാണ് നമ്മൾ ശ്രീനിഷിനെയും രജിത്തിനെയും തേടി പഴയ സ്റ്റാൻഡിലെത്തിയത്. എനിക്ക് നാലാം നേരം ഡ്യൂട്ടിയായിരുന്നു. അങ്ങനെ നാദാപുരം സ്റ്റേഷനിലെ സുരേഷ് സാർ, SI സുരേഷ് സാറ് വിളിച്ചറിയിച്ച പ്രകാരം ഒരു കുട്ടി മിസ്സിംഗ് ആയിട്ടുണ്ട് അറിയിച്ചിട്ടുണ്ട്. ആ കുട്ടിയെ നോക്കി ഞാൻ വടകര പുതിയ സ്റ്റാൻഡിൽ നിൽക്കുമ്പോൾ എല്ലാ ബസ്സും നോക്കിയാലും കണ്ടില്ല. അങ്ങനെ ഒരു KSRTC വന്നു. ആ KSRTC ബസ്സിലെ ഡ്രൈവറോട് ചോദിച്ചപ്പോൾ ഇന്ന് ഈ കുട്ടി വടകര പഴയ സ്റ്റാൻഡിൽ ഇറങ്ങിയിട്ടുണ്ട് എന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്. അതുപ്രകാരം ഞാൻ വടകര പഴയ സ്റ്റാൻഡിൽ ഡ്യൂട്ടി ഉണ്ടായിരുന്ന ശ്രീനിഷ് സാറോട് വിളിച്ചു പറഞ്ഞു. ശ്രീനിഷ് സാറ് അത് നോക്കി കുട്ടിയെ കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. സാർ എനിക്ക് മെസ്സേജ് അയച്ച പ്രകാരം ഞങ്ങളിവിടെ സ്റ്റാൻഡ് പുതിയ കറങ്ങുന്നുണ്ടായിരുന്നു ആ സമയത്ത്. അപ്പം മെസ്സേജ് അയച്ചു. നോക്കിയപ്പോൾ ഒരു കുട്ടി അവിടെ നിന്ന് ഇങ്ങനെ നടന്നു വരുന്നു. ഇതേ ഒരു ഷേപ്പുള്ള മുഖം അത്ര വ്യക്തമായിട്ടില്ല, എന്നാലും വെറുതെ അതിനോട് ചോദിച്ചു എവിടെയാണ് പോകേണ്ടതെന്ന്. അപ്പോൾ എനിക്ക് പേരാമ്പ്ര ബസ്സാണ് പോകേണ്ടതെന്ന് പറഞ്ഞു. പേരാമ്പ്ര ബസ് പോയി ഞാൻ ഫോട്ടോ എടുത്ത് കാണിച്ചെടുത്തു. ഇത് മോളല്ലെന്ന് ചോദിച്ചു. അപ്പം ഞാനാണെന്ന് പറഞ്ഞു. അപ്പോൾ എങ്ങോട്ടാണ് പോകുന്നത് ചോദിച്ചു. ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി പിന്നെ പ്രശ്നങ്ങളായിട്ട് ഇറങ്ങി വന്നാണ്. ഞങ്ങൾ നല്ല പിടിച്ചിരുത്തി മോളങ്ങോട്ട് വാ, നേരെ എയർ പോസ്റ്റിലേക്ക് കൊണ്ടുപോയി. അവിടെ കൊണ്ട് ചേർത്തിച്ചു. സമാധാനമായിട്ട് കാര്യങ്ങൾ ചോദിച്ചു. മോക്കെന്താ ബുദ്ധിമുട്ട്, എന്തിനാണ് വന്നത് ഇവിടെ? കുട്ടി അത് പറഞ്ഞ് ഞാൻ മരിക്കാൻ വന്നതാണ്. എൻ്റെ വീട്ടിലെന്തൊക്കെയാണ് പ്രശ്നം ചോദിച്ചു. വീട്ടിൽ എന്നെ ആർക്കും ഇഷ്ടമല്ല, എന്നെ എപ്പോഴും വഴക്ക് പറയാണ്, അച്ഛനായാലും അമ്മയായാലും എല്ലാം വഴക്ക് പറയുകയാണെന്നൊക്കെ പറഞ്ഞു. ഒരുപാട് കുട്ടി പരിഭവങ്ങൾ പറഞ്ഞു. ഒടുവിൽ ഞാൻ സാർ തന്നെ രണ്ടാമതും വിളിച്ചു. സ്റ്റേഷനിൽ നിന്ന് വണ്ടി വരണമെന്ന് പറഞ്ഞു. കുറച്ച് കഴിഞ്ഞ് അപ്പോഴത്തേക്ക് സ്റ്റേഷനിൽ നിന്ന് വണ്ടി വന്നു കുട്ടിയുടെ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ട് അപ്പോഴത്തേക്ക് അവരെ രക്ഷിതാക്കളും വന്നിരുന്നു. എല്ലാവരും ഒരുമിച്ച് നേരെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്തത്. അത്രയാണ് ഈ കുട്ടിയുടെ സംബന്ധിച്ചുണ്ടായത്. അതൊരു +2 +1 പഠിക്കുന്നത് 18, 20 അത്രയേ ഉള്ളൂ. ചോടയേ ഉള്ളൂ കുട്ടികളുടെ വയസ്സ്. കുട്ടി നാദാപുരത്ത് നിന്നാണ് വരുന്നതെന്ന് അറിവ് കിട്ടിയത്. അപ്പോൾ ഈ സാറെങ്കിൽ മെസ്സേജ് അയക്കുന്ന KSRTC വരുന്നത് ഇവിടെ ഇറങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇറങ്ങിയപ്പോൾ അങ്ങനെ എപ്പോഴും നോക്കുന്നുണ്ട് ആ സമയത്തൊക്കെ. അപ്പോഴത്തേക്ക് കുട്ടി നമ്മളെ ഫ്രണ്ടിലായിട്ട് വരുന്ന ദൂരം ഇങ്ങനെ ഇറങ്ങി നടന്നു വരുന്നത് കാണുന്നുണ്ട്. വെറുതെ ഞാനപ്പോഴത്തേക്ക് ഫോൺ എടുത്ത് നോക്കി. മെസ്സേജ് ആ കുട്ടി മിസ് മാച്ച് ആണോ അല്ല മാച്ചിങ് ആണോ നോക്കി. അപ്പോൾ അത് തന്നെയാണെന്ന് മനസ്സിലാക്കിയാൽ അതിനെ തടഞ്ഞു നിർത്തി കാര്യങ്ങൾ അന്വേഷിച്ചു. നേരെ ഹെഡ് പോസ്റ്റ് കൊണ്ട് ചിരുത്തിയാണ്. എന്നിട്ട് നേരെ സ്റ്റേഷനിലെ വിവരം അറിയിച്ചു, സാറിനെ അറിയിച്ചു. വണ്ടി വന്ന് കുട്ടിയെ കൊണ്ടുപോയത്.